തങ്ങൾക്ക് വിജയം ഉറപ്പിക്കാൻ. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഒരു വെപ്രാളവും അവസാന നിമിഷത്തിൽ കാണിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു വെപ്രാമം കാണിച്ച് അവസാനത്തെ അവസരം കൂടി കളയേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസാനത്തെ മണിക്കൂറുകളിലെ ഈ ഒരു സ്കോർ നിലയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി 4 റൺസ് മാത്രം ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ, 4 റൺസ് മാത്രം, 5 വിക്കറ്റ് നഷ്ടത്തിൽ 278 റൺസുമായി മുന്നോട്ട് പോവുകയാണ് ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാർ. നിലവിലെ ഒരു സ്കോർ ബോർഡ് നോക്കുകയാണെങ്കിൽ 48 ബോളിൽ 20 റൺസുമായി ഡേവിഡ് ബെഡിംഗ്ഹാം മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം തന്നെ 4 ബോളിൽ 1 റൺ നേടി വെറൈനും തൊട്ടു പുറകെയുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകെട്ടാണ് ഇപ്പോൾ ക്രീസിൽ തുടരുന്നത്. ഇനിയും ഒരു വിക്കറ്റ് കൂടി നഷ്ടമാകുമോ, ഇനി വിക്കറ്റ് നഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിൽ തന്നെയാണ്. എന്നാൽ എത്രയും വേഗം ഇനിയുള്ള സമയത്തിൽ കൂടുതൽ റൺസ് കൊടുക്കാതെ അല്ലെങ്കിൽ കൂടുതൽ റൺസ് വഴങ്ങാതെ മാക്സിമം വിക്കറ്റുകൾ, ഏറ്റവും അധികം വിക്കറ്റുകൾ നേടി എത്രയും പെട്ടെന്ന് തങ്ങളുടെ വിജയം ഉറപ്പിക്കുക എന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഓസ്ട്രേലിയൻ പ്ലേയേഴ്സിനുണ്ട്. അല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് ഇപ്പോഴും അവരുടെ ഒരു പ്രതീക്ഷ അവർ കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഓസ്ട്രേലിയ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഓസ്ട്രേലിയ ആയിരുന്നു ഏറ്റവും ഒടുവിലെ ചാമ്പ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്ട്രേലിയക്ക് കിരീടം നിലനിർത്തുക എന്നുള്ളൊരു പ്രതീക്ഷ അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു മാർക്രമിന്റെ സെഞ്ചുറി മികവിൽ ഈ ദക്ഷിണാഫ്രിക്ക മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ പക്കൽ നിന്നും കിരീടം നഷ്ടമാകുമോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോഴും ഓസ്ട്രേലിയൻ പ്ലേയേഴ്സിൽ തുടരുന്നുണ്ട്. അത് ആ പ്ലേയേഴ്സിൽ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദക്ഷിണാഫ്രിക്ക. അതോടൊപ്പം ഇനി 3 റൺസ് മാത്രം, 3 റൺസ് വിജയദൂരം മാത്രം. അല്പസമയത്തിനുള്ളിൽ തന്നെ 5 വിക്കറ്റ് നഷ്ടത്തിൽ 280 റൺസുമായി മുന്നോട്ട് പോവുകയാണ്. 2 റൺസ് വിജയ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകുന്നു. 2 റൺസിലേക്ക് എത്തിയിരിക്കുന്നു. വെറും 2 റൺസ് മാത്രം. 2025 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇനി 2 റൺസ് മാത്രം നേടിയാൽ മതി. ആദ്യ ഇന്നിങ്സുകളിലൊക്കെ വലിയ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഇന്നിങ്സുകൾ കഴിയുന്നൊരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ആദ്യത്തെ 2 ദിവസത്തിനുള്ളിൽ തന്നെ 28 വിക്കറ്റുകളാണ് മൊത്തത്തിൽ നഷ്ടപ്പെട്ടത്. എന്നാൽ 3-ാം ദിനത്തിലേക്ക് എത്തിയപ്പോൾ ആ ഒരു മൊത്ത ദിന കണക്കെടുത്താൽ 4 വിക്കറ്റ് നഷ്ടം മാത്രമേ ആ ഒരു ദിവസത്തിൽ തന്നെ വന്നിട്ടുള്ളൂ. അതായത് 3-ാം ദിവസത്തിലേക്ക് എത്തിയപ്പോൾ കളി കൂടുതൽ മുറുകി എന്ന് തന്നെ പറയണം. 4-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ, അതായത് 4-ാം ദിവസമാണിന്ന്, ഈ ഒരു 4-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മാർക്രമിന്റെ പ്രകടനം തന്നെയാണ് ഏറ്റവും മികച്ചതായി നിൽക്കുന്നത് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. തീർച്ചയായും വിജയത്തിലേക്ക് ഇനി എത്ര റൺസാണ് കാളിദാസൻ പ്രധാനമായും വേണ്ടത്? 27 വർഷത്തിന് ശേഷം ഒരു ICC കിരീടം എന്ന ദക്ഷിണാഫ്രിക്കയുടെ സ്വപ്നമാണ് ഇന്ന് ലോർഡ്സിൽ യാഥാർത്ഥ്യമാകുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എങ്ങനെയാണ് കളി പുരോഗമിക്കുന്നത്? വിജയത്തിലേക്ക് ഇനി എത്ര റൺസാണ് വേണ്ടത്? അതിന് വെറും 2 റൺസ് മാത്രം നേടിയാൽ മതി ദക്ഷിണാഫ്രിക്കയ്ക്ക് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടാൻ. 2025 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടാൻ പ്രധാനമായും നമ്മൾ പറയേണ്ടത് ആ 27 വർഷത്തിന് ശേഷമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു ICC ട്രോഫി കിട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ വൺ ഡേ ആയിക്കോട്ടെ, ചാമ്പ്യൻസ് ട്രോഫി ആയിക്കോട്ടെ, വേൾഡ് കപ്പ് ആയിക്കോട്ടെ, മറ്റൊരു തരത്തിലും ഫൈനലിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ ഫൈനലിൽ എത്തിയിട്ട് പോലും പല സാഹചര്യങ്ങളിലുമൊക്കെ കിരീടം നേടാതെ പോയൊരു സാഹചര്യമൊക്കെ ദക്ഷിണാഫ്രിക്കയ്ക്ക് പല കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. 1998 നോക്കൌട്ട് ട്രോഫി എടുത്തു കഴിഞ്ഞാൽ അന്ന് ഈ ഒരു വിജയിയാവുന്നതിന് അന്ന് ദക്ഷിണാഫ്രിക്ക ജേതാക്കളായപ്പോൾ തങ്ങളുടെ എതിരാളി എന്ന് പറയുന്നത് വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു. അന്ന് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഉണ്ടായിരുന്ന കരുത്ത് എന്ന് പറയുന്നത് ജാക്കസ് കാലിസും അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ബോളർമാരിൽ ഒരാളായി പറയപ്പെടുന്ന ജാക്കസ് കാലിസും അതോടൊപ്പം തന്നെ മികച്ച ഫീൽഡർമാരിൽ ഒരാളായ ജോണ്ടി റോഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ടീമിന്റെ കരുത്തിലാണ് അന്ന് നോക്കൌട്ട് ട്രോഫി 1998 നോക്കൌട്ട് ട്രോഫി ICC നോക്കൌട്ട് ട്രോഫി ദക്ഷിണാഫ്രിക്ക നേടിയത്. വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് നോക്കൌട്ട് ട്രോഫി നേടിയത്. പിന്നീട് ഒരു ICC ട്രോഫിയും ദക്ഷിണാഫ്രിക്കയ്ക്ക് നേടാൻ സാധിച്ചില്ല. അങ്ങനെ നോക്കുമ്പോൾ 27 വർഷത്തിന് ശേഷം ദക്ഷിണാഫ്രിക്ക നേടുന്ന ഒരു ICC ട്രോഫിയാണ് ഈ ഒരു 2025 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ കണക്കുകൾ അല്ലെങ്കിൽ ആ ഒരു വിജയ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ഇത് 3-ാം സീസണാണ് പ്രധാനമായിട്ടും വരുന്നത്. 2019-21 ഇംഗ്ലണ്ടിൽ വെച്ച് നടന്നതിൽ ന്യൂസിലൻഡ് ആയിരുന്നു അന്ന് വിജയിയായത്, ജേതാക്കളായത്. 8 വിക്കറ്റ് വിജയമായിരുന്നു അന്ന് ന്യൂസിലൻഡ് നേടിയത്. 2-ാം സ്ഥാനത്ത് ഇന്ത്യയായിരുന്നു. പിന്നീട് അതിനുശേഷം 2021-23 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സീരീസ് നോക്കുകയാണെങ്കിൽ
അന്ന് നേടിയത് ഓസ്ട്രേലിയ ആയിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് 209 റൺസിന്റെ വിജയമായിരുന്നു അന്ന് ഓസ്ട്രേലിയ നേടിയത്. അന്നും ഇന്ത്യക്ക് റണ്ണേഴ്സ് അപ്പ് ആവാനേ സാധിച്ചുള്ളൂ, അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയായിരുന്നു ഇന്ത്യൻ ടീം എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് ഫൈനലിലേക്ക് പോലും ഇന്ത്യ എത്തിയിട്ടില്ല എന്നുള്ളൊരു സങ്കടം നമുക്കിപ്പോഴും ഉണ്ട്. എന്നാൽ അതിലേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ദക്ഷിണാഫ്രിക്ക എന്ന ആ ഒരു ടീമിന്റെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നിർഭാഗ്യങ്ങൾക്ക് പേര് കേട്ട ഒരു ടീം എന്ന് മാത്രമേ ദക്ഷിണാഫ്രിക്ക എപ്പോഴും നമ്മൾ ഓർക്കുകയുള്ളൂ. അല്ലെങ്കിൽ ടീം എന്ന് പറയുന്നത് എപ്പോഴും അതിന് നേടിയിരിക്കുന്നു. ദക്ഷിണാഫ്രിക്ക കിരീടം നേടിയിരിക്കുന്നു. 27 വർഷത്തിന് ശേഷം ഒരു ICC ട്രോഫി നേടിയിരിക്കുന്നു. ആദ്യ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഓസ്ട്രേലിയ നേടിയിരിക്കുന്നു. ഇത് വലിയൊരു വിജയം തന്നെ എന്ന് പറയണം, അല്ലെങ്കിൽ ഇതൊരു അടയാളപ്പെടുത്തേണ്ട വിജയം എന്ന് തന്നെ പറയണം. കാരണം നിർഭാഗ്യങ്ങൾക്ക് ഏറെ പേര് കേട്ട ഒരു ടീമിന്റെ വിജയമാണ്. ആ ഏറെക്കാലമായി അവർ കാത്തിരുന്ന ഒരു വിജയമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വിജയത്തിലേക്ക് ക്ഷമിക്കണം, ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ അത്രത്തോളം അവർ ഇതിനായി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞു. സൗത്ത് ആഫ്രിക്ക വിജയം ഉറപ്പിച്ചിരിക്കുന്നു. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ചൂടി സൗത്ത് ആഫ്രിക്ക. 27 വർഷത്തിന് ശേഷം ഒരു ICC കിരീടം എന്ന ദക്ഷിണാഫ്രിക്കയുടെ സ്വപ്നം ഇന്ന് ലോർഡ്സിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ചൂടിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചെയ്യുന്നുണ്ട്. കാളിദാസൻ, കൂടുതൽ വിവരങ്ങൾ. അതിന് അത്ഭുതം എന്ന് മാത്രം പറയാൻ സാധിക്കില്ല. കാരണം ഏറ്റവും അധികം നിർഭാഗ്യങ്ങൾ കുടികൊണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നിർഭാഗ്യങ്ങളെ ഏറ്റവും അധികം തരണം ചെയ്തിട്ടുള്ള, നിർഭാഗ്യങ്ങൾ ഏറ്റവും കൂടുതൽ ചുറ്റിപ്പറ്റിയിട്ടുള്ള, വലഞ്ഞിട്ടുള്ള ഒരു ടീമാണ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്. ഓരോ പണ്ട് നടന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇതുവരെയുള്ള ദക്ഷിണാഫ്രിക്കയുടെ കളികളുടെ ചരിത്രം എടുത്താൽ തന്നെ നിർഭാഗ്യങ്ങൾ എപ്പോഴും ദക്ഷിണാഫ്രിക്കയെ പിന്തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും ദക്ഷിണാഫ്രിക്കയ്ക്ക് നിർഭാഗ്യം വരുമോ, അല്ലെങ്കിൽ നിർഭാഗ്യം ദക്ഷിണാഫ്രിക്കൻ ടീമിനെ വലയ്ക്കുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ ദക്ഷിണാഫ്രിക്കൻ ടീമിനുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു കിരീടം ദക്ഷിണാഫ്രിക്ക വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ദക്ഷിണാഫ്രിക്ക നേടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. 27 വർഷത്തിന് ശേഷമാണ് ഒരു ICC ട്രോഫി ദക്ഷിണാഫ്രിക്ക നേടുന്നത്. 1998 ഇതോടെ ഈ 98 നോക്കൌട്ട് ട്രോഫി ദക്ഷിണാഫ്രിക്ക നേടുന്നത്. ആ ഒരു ICC കിരീട നേട്ടത്തിന് ശേഷം ഈ 27 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്നത്. അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ വിജയമാണ് ഇത് എന്നുള്ളതും കൂടിയാണ് ഏറ്റവും പറയാനുള്ളത്. ഇത് ഫൈനൽ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും മികച്ച പ്രകടനം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. എയ്ഡൻ മാർക്രമിന്റെ പ്രകടനം തന്നെയാണ്. 127 റൺസ് നേടിയാണ് എയ്ഡൻ മാർക്രം ഈ ഒരു ഫൈനൽ മത്സരത്തിൽ പുറത്തായത്, അല്ലെങ്കിൽ രണ്ടാം ഇന്നിംഗ്സിൽ പുറത്തായത്. ആദ്യം ഇന്നിംഗ്സിൽ 0 റൺ നേടി എയ്ഡൻ മാർക്രം പുറത്തായെങ്കിൽ അതിനൊരു പ്രതികാരം എന്നോണം 127 റൺസ് നേടിയാണ് എയ്ഡൻ മാർക്രം ഈ ഒരു കളിയിൽ പുറത്തായത്. അതോടൊപ്പം തന്നെ എയ്ഡൻ മാർക്രം ടെമ്പ ബാവുമ കൂട്ടുകെട്ടിൽ തന്നെ മികച്ച രീതിയിൽ സ്കോർ കെട്ടിപ്പടുക്കാൻ പ്രോട്ടീസിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. എന്തായാലും മിന്നും പ്രകടനം തന്നെ, ദക്ഷിണാഫ്രിക്കയ്ക്ക് അർഹിക്കുന്ന വിജയം തന്നെ എന്ന് തന്നെയാണ് നമുക്ക് പ്രധാനമായും പറയാൻ സാധിക്കുക. ആതിര, ദക്ഷിണാഫ്രിക്ക ചാമ്പ്യൻ. ദക്ഷിണാഫ്രിക്ക ലോക ടെസ്റ്റ് ചാമ്പ്യന്മാർ. ഓസ്ട്രേലിയയെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ദക്ഷിണാഫ്രിക്ക ലോക ടെസ്റ്റ് ചാമ്പ്യന്മാരാകുന്നത് ആദ്യമാണ്. എയ്ഡൻ മാർക്രമിനാണ് സെഞ്ചുറി ഉള്ളത്. കാളിദാസൻ, ദക്ഷിണാഫ്രിക്കയുടെ ആധികാരികമായ ഒരു ജയമാണ്. ടെസ്റ്റിൽ ഒരു ദിവസം അവശേഷിക്കെയാണ് ദക്ഷിണാഫ്രിക്കയുടെ ഈ ജയം. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും ആതിര, എന്തായാലും നമുക്ക് ഈ ഒരു കളിയുടെ മൊത്തം സ്റ്റാറ്റിസ്റ്റിക്സ് വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം സൗത്ത് ആഫ്രിക്കയുടെയും ഓസ്ട്രേലിയയുടെയും പ്രകടനങ്ങൾ തന്നെയാണ് ഒരുപാട് റെക്കോർഡുകൾ പിറന്ന ഒരു ഫൈനൽ മത്സരമാണ് ഈ ഒരു 2025 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മത്സരം എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും 285 വിക്കറ്റ് ജയമാണ് ദക്ഷിണാഫ്രിക്ക ഈ ഒരു ഫൈനൽ നേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു 2025 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സീരീസിൽ മികച്ച